വീടിന്റെ അകത്ത് കക്കൂസ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുയിന്ന് പുറത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് കേട്ടോ. ഇന്നത്തെ പണി ചമ്മാട് കൊടിഞ്ഞി റോട്ടിലാണ്. എന്റെ കൈക്കലുള്ളത് എമീൻ ആൻഡ് എസ്ആർ സൈനും സയാദും അല്ലേ? ഇങ്ങനെ പാറമുട്ടി നേരെ പൊക്കിയിട്ട് ഇവിടെ താത്തി, പാറമുട്ടി നേരെ പൊക്ക ഇവിടെ താത്തുക. ഒക്കെ പാറ മുട്ടിക്ക് കേട്ടോ. കുഞ്ഞിന്റെ അടിഭാഗം പാറയാണ്. ഇനി പൊക്കുമ്പോൾ കറക്റ്റ് അളവ് കാണാൻ പറ്റുക. 1 2 3 4 4 ഗ്രേവി സ്റ്റോക്കാണ്. ഹലോ ചങ്ങായിമാരെ, ഒരു വെറൈറ്റി സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഈ കണ്ടന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ പല വീടുകളിലും സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ചിന്ന വീഡിയോ കൂടെ പ്രാക്ടിക്കൽ അടക്കം കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഓടാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മനോഹരമായ ഒരു ഒറ്റനില വീടിൻ്റെ ലെങ്ത്തുള്ള ഒരു വഴിയിലാണ്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തലൻ്റെ കാട്ടിയും ഹൈറ്റിലുള്ള ഒരു മതിൽ നീളത്തിലൂടെ കാണാൻ പറ്റും. ഈ മതിലിൻ്റെ സെൻറ്റർ ഏകദേശം ഈ കാണുന്ന വര കേട്ടോ. ഈ വരൻ്റെ ലെവലിലാണ് അപ്പുറത്ത് ഭൂമി എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് താന്നിട്ടും 1 മീറ്ററോളം അവിടെ പൊന്തിയിട്ടുമാണ്. അപ്പോൾ ആ കാണുന്ന അപ്സ്റ്റെയർ വീടിൻ്റെ ഒരേ ഒരു കക്കൂസിൻ്റെ കുഴി ഈ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ കക്കൂസിൻ്റെ കുഴിയിൽ കൂടുതൽ ഉപയോഗം വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഭൂമി ലെവലിനെക്കാട്ടി പൊന്തിയുടെ വെള്ളം ചാടുമ്പം ആ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ ഒളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ തെളിവെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ കറുത്ത അരിഷ്ടാണ്. കക്കൂസും കുഴിയുള്ള ഉയർന്ന പറമ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ചുമരുണ്ടല്ലോ, വീട്ടിൻ്റെ ചുമരാണ് മറി ലാസ്റ്റ്. ഓക്കെ, ഇവിടെ തൊട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2 മീറ്റർ ആയിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച മതിലാണ് ഈ കാണുന്നത്. സെറ്റല്ലേ? ഇതാണ് കക്കൂസിൻ്റെ കുഴി. 1.20 വീതി, 2.5 മീറ്റർ നീളം വരുന്നുണ്ട്. ഇതിൻ്റെ സ്ലേവിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 1 കാലും 1 മുക്കാലാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് വെള്ളം അങ്ങോട്ട് ചാടാത്ത കോലത്തിൽ ക്ലൈൻറ്റിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഫുൾ വിഷ്വൽസാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. നഷ്ടം എന്തായാലും ഉണ്ടായാലും ഓക്കെ, കൂടെ കൂടിക്കോളി. ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ മുക്കാ സ്ലേവ് എന്താ ചെയ്യുക, കറക്റ്റ് സെൻറ്ററിലാണ്ട് കട്ട് ചെയ്യുക. അതല്ല ഏറ്റവും നല്ലത്. എന്നാൽ പെരക്കാർക്ക് ഉപകാരമാണ്. ഭാവിയിലൊരു മെയിൻ്റനൻസ് വരികയാണെങ്കിൽ ഇത് മൊത്തം പൊക്കേണ്ട ആവശ്യമില്ല. അപ്പം കട്ടിങ്. കക്കൂസും കുഴിൻ്റെ പണിക്ക് ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഗ്ലൗസ് മാത്രം ഞങ്ങളെ കൈ കൊണ്ട് വാങ്ങൂല. അത് പെരക്കാരെ അവകാശ. റൂൾ 39. പക്ഷേ ഈ സൈറ്റിൽ ഞങ്ങൾ ആദ്യം തെറ്റിച്ചു. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഇനി അടുത്ത സൈറ്റിൽ ഞങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങി തരാക്കരുത്. അപ്പം 1 സെറ്റ് और ബാക്കി ഇതോ. എന്താ പാട്? സാധനം വരുന്നുണ്ടോ? പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളല്ല, ഗ്രേവി പേസ്റ്റ് ആണ്. പേസ്റ്റ്. ഈ മട്ടല് കൈ പിടിക്കാനുള്ള കാര്യം എന്താ വെച്ചാല്, അഥവാ വിഷ്പറൊക്കെ പെട്ടെന്ന് പൊങ്ങി വരികയാണെങ്കിൽ അതിനെ നേരെ തോണ്ടിയിട്ട് എടുക്കും. അത് മോട്ടറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപകടം വരുത്തും, പണിയെ നീട്ടം കൂട്ടും. പൈപ്പ് മടിയിലാണ് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടുകാണാൻ പോകാൻ മാത്രമേ ഉള്ളൂ. വർക്കിന്റെ പെർഫെക്ഷൻ തുടക്കം മുതൽ അവസാനം വരെ വേണമെന്നുള്ളത് ഇതിൻ്റെ ഒരു വാശി, റിവെഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പച്ചവെള്ളമല്ല വരുന്നുണ്ട്, കുഴമ്പാണ്. കുഴമ്പ് തയ്യ് ഒരു ആശ്വാസം കിട്ടും. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ എന്താ കുഴമ്പ് പോലെ നിൽക്കില്ലേ, ചവിട്ടുമുള്ള വെച്ച മാതിരി ഇത് അവിടെ വളർന്നോളൂ, ഒടുക്ക് ഒളിച്ചോളൂ. സാധനം വരണ്ടേ. ഏതാ മരുന്ന് എവിടേക്കാണ്? അരിഷ്ടം എന്ന് പറഞ്ഞാൽ പക്ക അരിഷ്ട. മൂന്നാമത്തെ കക്കൂസും കുഴിമത്തെ 3 സ്ലേവ് അങ്ങോട്ട് കയറ്റിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ വാട്ടർ ലെവലിൽ വെള്ളം നിറച്ചിക്കാണ്ട് ഈ മതിലിന്റെ ലെവൽ മന്ന് ഇങ്ങോട്ട് പിടിക്കുക. ഇനി ടാപ്പ് വെച്ച് നോക്കണം. അപ്പോഴേ നമുക്ക് ഇനി സാധനം എത്ര കോരാണ്ട് എന്നല്ലേ മനസ്സിലാവുള്ളൂ. എന്നാ വാട്ടർ ലെവലിൽ വെള്ളം നിറക്കി കൊണ്ടുവരും. ടോപ്പ് ലെവൽ സെറ്റല്ലേ? ഓക്കെ. കാരണം ഇതാണ് ലെവൽ. വെള്ളം ലീക്ക് ആകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഭൂമിയിൽ ഈ കമ്പി മുട്ടിച്ച് വെച്ചുകാണ്ട് ഇവിടെ വരെ സെറ്റാക്കി. ഓക്കെ, ഇതാണ് അടയാളം. അപ്പോൾ നമ്മളെ അളവ് കിട്ടിട്ടോ ഇവിടുന്ന് അവിടെ വരെ. ഈ വക്കിൻ്റെ വാട്ടർ ലെവലാണ് ചുമരുമ്മൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പക്ക വാട്ടർ ലെവലാണ്. ഇതിൻ്റെ അപ്പുറത്ത് എടുത്തൊരു അളവുണ്ടല്ലോ, ആ അളവ് ഇനി ഇവിടെ വെച്ചുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. പണിയായിരിക്കണം. ഇതാണ് നമ്മളെ മാർക്കിങ്. ഓക്കെ, താത്തി 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 അടിഭാഗമാണ് പക്കതാ. ഇതാണ് മാർക്കിങ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വടിൻ്റെ എൻഡ് കണ്ടോ, വള്ളത്തിൽ മുട്ടിയില്ല, ഒരു കല്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്.
ഇനി ഒരു കല്ലിൻ്റെ ഗ്യാപ്പും പാടെ നമ്മൾ വെള്ളം താത്തി തരാം. അപ്പം ആ ഭൂമി ലെവലിന് 2 കല്ലിൻ്റെ ലെവൽ താന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രവർത്തനങ്ങൾ തുടങ്ങാം. ഓക്കേ ഏതാ കൊയമ്പ് സൂപ്പർ ഏതാ കൊയമ്പ്. ക്ലയൻറ്റുമായുള്ള നമ്മളെ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ താണ പറമ്പുണ്ടല്ലോ വഴി അതിൻ്റെ കാട്ടിയും ഈ കുഴിൻ്റെ ഉൾഭാഗത്ത് 2 കല്ലിന് താഴ്ച കൂടുതൽ വേണം. ആ ലെവലിൽ പാക്കിയുണ്ട്. എന്നിട്ട് ഈ കല്ല് പൊളിച്ചുകാണ്ട് ബാക്കിൽ കോൺക്രീറ്റ് വാൾ റിട്ടേൺ വാൾ സെറ്റപ്പ് ആക്കിയിട്ട് ഉൾഭാഗം തേക്കണം. അപ്പം എല്ലാ പരിപാടിയും ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി കല്ല് മൊത്തം പൊളിക്കുക. ഈ പണിൻ്റെ ഏറ്റവും വലിയ ചോറ ഞാൻ ആദ്യം മനസ്സിലാക്കി എന്താണെന്നറിയോ, ഈ കെട്ട് പൊളിക്കുമ്പം ഇതിൻ്റെ വേഗത്തെ മണ്ണ് വീകുന്നുള്ളതാണ്. ഇത് കൊണ്ടുപോയിട്ട് മണ്ണാണ്, അതുകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് വീകണം. ഒരടിൻ്റെ ഗ്യാപ്പിലുള്ളൂ. ശരിക്കും ഇത് ഉറച്ച മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കെട്ടി കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റിൻ്റെ ആ വാളിൻ്റെ തിക്നെസ് 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ചിന് ഇങ്ങനെ കറക്റ്റ് അരിഞ്ഞുകൊണ്ടാൽ മതി. ഇനി അപ്പോൾ അവിടെ കെട്ടും ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാവും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മളെ പ്ലാനിങ് മൊത്തം പാളിയുണ്ട്. പിന്നെ എന്താണെന്ന് അറിയാം, കുറച്ച് മണ്ണിന് കുഴിക്ക് വീണാൽ തന്നെ പ്രശ്നമില്ല. അതിന് ബദൽ ക്ലൈൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ കാണുന്ന കായല്ലേ കായം 10 കയറ്റി കൊടുക്കുക. ഒരു വട്ടം ഈ കുയിൻ്റെ ലീക്ക് തീർക്കാൻ വേണ്ടി നിങ്ങൾ അണ്ണന്മാരെ വിളിച്ചിരിക്കുന്നില്ലേ, ഓലിവിടെ ചാലാക്കിയിട്ട് അന്ന് ചെയ്ത ചെറിയൊരു കോൺക്രീറ്റിന് ഉണ്ടാണ് ഇപ്പം നമ്മൾ കയറ്റാൻ വേണ്ടി പോണത്. കഴിഞ്ഞില്ലേ കോൺക്രീറ്റ് അവിടെ കൂട്ടുക. കോൺക്രീറ്റ് കൂട്ടി ഫുൾ സെറ്റപ്പ് ആയിട്ട് എന്ത് മതി, പട തുടങ്ങിയാൽ മതി. അപ്പൊ രണ്ടോടത്തും പണി പടാഫിട് നടക്കും. ഓക്കെ ഇവിടെ മൊത്തം പാറ അറിയാം. പാറമ്പലെത്തിക്കണ് ഇതാ വികാസിന്റെ സൗണ്ട് കാണാൻ പറ്റും. ഇതൊന്നും ചെങ്കലിലല്ല, പാറന്നാണ്. പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇനി ആ പണി ഫസ്റ്റ് നമ്മളെന്താ ഈ പാറ ഒന്ന് കേകും. കാരണം കോൺക്രീറ്റിന്റെ ലായനി ആ പാറമൽ ഒട്ടണം. ഏതാ ഫിനിഷിങ്. അപ്പുറത്തെ പറമ്പ് താന്നതാണ്, ഇപ്പുറത്തെ പറമ്പ് പൊന്തിയതാണ്. അതിന്റെ മെയിൻ കാരണം ഈ കാണുന്ന മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് നഷ്ടതാണ്. ഓക്കെ, ശരിക്കും ഈ ഭൂമിയിലത്തെ പാറാണ് ഈ കാണുന്നത്. ഈ ലെവലിൽ പടിയിൽ മൊത്തമായിട്ട് ഫ്ലാറ്റ് പാറായിരുന്നു. കക്കൂസും വിത്താൻ വേണ്ടിയിട്ട് ഈ പാറമൊന്ന് കുണ്ടാക്കി എടുത്താണ്. കക്കൂസുമിന്റെ മാക്സിമം ലെങ്ത് 10 അടി താഴ്ച ഈ കുഴിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 6 അടി അങ്ങോട്ട് 4 അടി വാച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാന്നറിയോ, ഈ പാറന്റെ മുകളിൽ വെക്കണ ഫസ്റ്റ് ഒരു കല്ലുണ്ടല്ലോ, അതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു വെള്ളം അങ്ങോട്ട് ഇങ്ങനെ തെള്ളിനത്. അപ്പൊ ഇവിടെ 2 വരി പടവ് ചെയ്തിട്ട് ആ 2 വരി പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് വേക്കിലിട്ട് നിറയ്ക്കുക. ഈ 2 വരി പടവ് ചെയ്തിട്ടാണെങ്കിൽ അപ്പുറത്തെ ഭൂമിന്റെ ലെവലാ. ഓക്കെ, ആ 2 വരി എന്ത് ചെയ്യാം, മൊത്തം കോൺക്രീറ്റ് ഇട്ടുകാണ്ട് നിറയ്ക്കുക. അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് റീറ്റൈനിങ് പോലെ ചുരുക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഒന്നും നോക്കണ്ട, കുമ്മായം വിത്ത് കല്ല്. ഈ ബാക്കിൽ നല്ല ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് കോൺക്രീറ്റ് കൂട്ടിപ്പിടിക്കണം. ക്ലൈന്റിനൊന്ന് മുതലാവണം. ആൾക്കാർ പറയണം സൗത്താംപ്ടണിൽ പണി തെക്കനാണ് കക്കൂസിൽ പഠിക്കണമെന്നല്ലേ. നെക്സ്റ്റ് കരിവ് പുറത്തേക്ക്. ഓക്കെ, ഇനി കോൺക്രീറ്റ്. പാറന്റെ മുകളിൽ വെച്ച വശത്തെ 2 വരി പടവാണ് ഈ കാണുന്നത്. ഈ പടവിന്റെ ടോപ്പ് ലെവൽ സെറ്റാക്കിയിട്ട് 1 അടിയോളം വീതിയിൽ നല്ല സൂപ്പർ തിറ്റി നിറച്ച മെയിൻ സ്ലേവിന്റെ കോൺക്രീറ്റ് ഒക്കെ നിറച്ചുകൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ടോപ്പ് ലെവലാണ് അപ്പുറത്തെ മുറ്റത്തിന്റെ ലെവല്. നേരത്തെ വെള്ളം ഇത് കൂടെ ആയിരുന്നു പോയിരുന്നത്, ഇനി വെള്ളം എവിടെയും പോകില്ല, കോൺക്രീറ്റ് ആണ് സെറ്റാവും. അപ്പോൾ ഇത് മൊത്തത്തിലൊരു പാറ പോലെ കൂട്ടിപ്പിടിച്ച് കിടക്കും. ഇനി ഈ ടോപ്പ് ലെവൽ എത്ര എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് 4 വരിമ്പട പടവ് ചെയ്യാനുണ്ട്. അതിലിപ്പോൾ 3 വരി പഠിക്കുക. എന്നിട്ട് അതിന്റെ ബാക്കിൽ റീറ്റേണിങ് വാളിന് വേണ്ടിയിട്ട് നമ്മളെ സെൻറ്ററിങ്ങിനെ ഷീറ്റ് നിരത്തിയിട്ട് അതിൽ കൂടെ കോൺക്രീറ്റ് ഇട്ടിട്ട് ഈ 3 വരിൻ്റെ ടോപ്പ് ലെവൽ എത്തുമ്പം ആ 4ാമത്തെ വരിയും വെച്ചുകൊണ്ട് അതിലും ഇട്ട് നിറയ്ക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ പറയുക, മൊത്തത്തിൽ നമ്മൾ നാക്കില്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് മൊത്തം തള്ളും. എന്നാൽ ഒന്നും നോക്കണ്ട, കുമ്മായെടുത്തോളി പിന്നെ കല്ലെടുത്തോളി.
നീളത്തിലൊരു പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളത് ഇപ്പം കാണാം. ആ ഷീറ്റ് ഓരോന്ന് തരി. സിരി മേസിരി കറക്റ്റ് ഇങ്ങനെ റിമ്പിക്കൊടാ. രണ്ട് റിമ്പിക്കൊടേ. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഷീറ്റ് എങ്കേടാ അത് കൊട്. ഇങ്ങ പാര് ചിന്ന അഡ്ജസ്റ്റ്മെന്റ് ഷീറ്റ്. ഇത് ഇപ്പടി എടുത്തിട്ട് ഇപ്പടിതാ വെക്കും. പാര് എത്തന ഗ്യാപ്പ് ഇருக்கு? 4 ഇങ്ക 5 ഇങ്ക 6 പോതുണ്ടാ. ഈ അടിയിലിട്ട കോൺക്രീറ്റിന്റെ മുകളിലാണ് ഇപ്പം ഈ ഷീറ്റ് മൊത്തം വെച്ചിക്കേണ്ടത്. ഇത് അങ്ങോട്ട് തള്ളാതാക്കാനാണ് ഈ പൈപ്പ് കൂടെ വെച്ചത് പണിക്ക് സുഖത്തിന്. ഇനി കോൺക്രീറ്റിൻ്റെ ഇടയിൽ കൂടെ തന്നെ 2-3 കമ്പി കഷ്ണം ഇവിടെ കുത്തിക്കുകയാണെങ്കിൽ സംഭവം സെറ്റാ, ഓടുക്കും പോവില്ല. ക്ലൈൻറ്റ് കായ് ഇത് കണ്ട് ഏറെ തരണം, മൂപ്പരെ മനസ്സിനെ മയക്കണം, അതിനാണ് കായ്. ഈ പണി നമ്മളെ ബാങ്കാണാ കൊടുക്കണ കേട്ടോ. ബാങ്ക് ഇന്നത്തെ ലാസ്റ്റ് ബാങ്കാണ് ഇഷായിന്റെ. കോൺക്രീറ്റിന്റെ പരിപാടി ഇപ്പോഴും തീർന്നിട്ടില്ല. സമയം 7:17 ഞങ്ങളെ പ്ലാനിങ് എന്താന്ന് വെച്ചിരിക്കണമെങ്കിൽ ടോപ്പ് ലെവൽ സെറ്റ് ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ നാളെ രാവിലെ ഒന്ന് കണ്ട് പലക വെച്ച് കണ്ട് സ്ലേവ് മാത്രം ഇട്ടാൽ മതി. ആ ലെവലിലെ വർക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കണേ. രാത്രി സമയത്ത് കക്കൂസും കുഴിയിൽ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടൊക്കെയാ കണ്ടില്ലേ, ഒരൊറ്റ ചവിട്ടുമ്പോൾ നിന്നുകൊണ്ടാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലേ ഇതിപ്പോ 8 ഇഞ്ചിന്റെ കെട്ടല്ല, 8 + 8 മൊത്തം 40 ആയിന്. പോരെ ഒടുക്ക് പോവാനാ. രണ്ടാമത്തെ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. കുയിൻ്റെ ഉള്ളിൽ അവസ്ഥ വയ്ക്കുകയാണ്. രാവിലെ തന്നെ വന്നപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്, തെളിനീരാണ്. ഇന്നലെ ഇട്ട കോൺക്രീറ്റ് ഒക്കെ ഏകദേശം സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ഈ ഷീറ്റ് അങ്ങോട്ട് ഊരുക. മാറ്റി തൽക്കാലം അപ്പുറത്തേക്ക് കുട്ടികളെ മേത്ത് കയറുന്നത്. നമ്മളെ കാരണവർക്ക് ഷീറ്റ് എങ്ങനെ ഊരാന്നുള്ളൊരു വിചാരമുണ്ട്. ലേവിട്ട് മൂടാൻ വേണ്ടി പോവാണ്. കുയിന്റെ ഉൾഭാഗം ഇവിടെ 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 ഇത് ഓപ്പൺ ആയിക്കോട്ടെ. ഈ 3 ഭാഗം തേക്കണോ വേണ്ടയോ? ഓക്കെ, അപ്പൊ തേപ്പ് വേണ്ട. ഇതന്നെ ഭയങ്കര ഉപകാരമാണ്. അപ്പൊ ചില്ലറ പോയിന്റ് വർക്ക് മാത്രം ഒറ്റ മതി. ഇല്ല അവിടെ തന്നെ ആ ഏറ്റ് നമ്മളെ കുഴി തുറന്ന സമയത്ത് കണ്ട ഗ്രേവി ഉണ്ടല്ലോ, ഈ കറുത്ത അടയാളം വരെ ഉണ്ടായിനെ, അതേപോലത്തെ ഗ്രേവി ഇനി ആകണമെന്നുണ്ടെങ്കിൽ ഇനി എടുക്കും 10 കൊല്ലം. ടൈം എടുത്ത് ഒരു കക്കൂസും കുയിൽ ഉണ്ടാവുന്ന സാധനമാണ് ഗ്രേവി പറഞ്ഞാൽ. ഒരു ദിവസം കൊണ്ട് ആവണല്ലേ. അപ്പൊ നമ്മള് മാക്സിമം ഇവിടുന്ന് മുക്കിക്കൊണ്ട് ഒഴിവാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോ തെളിവെള്ളം വന്നു തുടങ്ങി. അതുകൊണ്ട് ഇനി 10 കൊല്ലത്തിന് ടെൻഷനേ ഇല്ല. അങ്ങോട്ട് ലീക്ക് ആവില്ല, കുഴി തറിയില്ല. അപ്പൊ നമുക്ക് എന്താണെന്നറിയോ, കോണി ഉയർത്താം. 2 സ്ലേവിന്റെ വേക്കിൽ മാത്രം എന്തുണ്ടാവുന്ന അറിയോ, ആ കല്ലിന്റെ കഷ്ണം ഒട്ടിപ്പിടിച്ച് എടുക്കണ്ടാവുള്ളൂ. അത് എത്തിക്കൊണ്ട് ഒന്ന് ചെത്തി പിടിച്ചിക്കുകയാണെങ്കിൽ നല്ല സീറ്റിന് സാധനം കിട്ടും. കാല് മാറ്റുക, കൈ മാറ്റുക. ഓക്കെ, കൈ ഒക്കെ കേട്ടോ. ഏതാ പണി, ഏതാ പണി. കക്കൂസും കുയിൻ്റെ ലീക്കിൻ്റെ പരിപാടി ഇവിടെ മൊത്തത്തിൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലുണ്ട് അതിന് 6 അടി നീളം വരുന്ന കെട്ട് മൊത്തത്തിലുണ്ട് ഊരിക്കാണ്ട് പാറ തേച്ച് കഴിഞ്ഞിട്ട് അയിമെന്ന് കെട്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേക്കിൽ കോൺക്രീറ്റിൻ്റെ ഒരു വാളും അടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ കണ്ടോ, ഈ സ്ലേവിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് 1 അടിൻ്റെ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. ലീക്ക് ഇനി എന്തായാലും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല എല്ലാ സ്ഥലത്തെ ഭൂമിയും ഒരേ ലെവലിൽ നിന്നോണമെന്നില്ലല്ലോ, ചിലപ്പോൾ ഉയർന്നിട്ടുണ്ടാവും, താന്നിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ഇനി ഏതെങ്കിലും പെരയിൽ ഇതേപോലത്തെ ലീക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓരോ ടെക്നിക്ക് ഉപയോഗിച്ച് തീർക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സൈറ്റ് കാണാം. ഓക്കെ, സെറ്റ്.